ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇന്നലെ വന്നത് ഇവിടെ ചേച്ചീൻ്റെ വീട്ടിൽ വന്നതാണ്, ഗൂഡല്ലൂർ. അപ്പം ഞാൻ ഇതുവരെ മഴയായിരുന്നു. വണ്ടി വരുന്നുണ്ട്, കാറ് വരുന്നുണ്ട്, കാറ് അതിനെ പോയിക്കോട്ടെ. ഇതുവരെ മഴയായിരുന്നു. അപ്പം ഞാൻ അവരെന്തോ ചോദിക്കുന്നുണ്ട് കാറിൽ. അപ്പോൾ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊരു വിചാരം. അപ്പോൾ ഞാൻ ചേച്ചീനെയും കൂട്ടിയിട്ടൊന്ന് മെല്ലെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതോ ഒരു ഏട്ടനാണല്ലോ ഇത്, നമ്മളറിയുന്ന ഏട്ടനാ. ഏട്ടാ ബൈ. അപ്പോൾ അത് SNDPയിലുള്ള ഏട്ടനാണ്, ചേച്ചീൻ്റെ അവിടെ സെക്രട്ടറി എന്തോ ആണ്. അപ്പോൾ ചേച്ചീനെ കണ്ടിട്ട് നിർത്തിയതാണ്, മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഈ വെയിലായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. വാഴയാണ് കാണുക, പക്ഷേ എനിക്ക് അല്ലല്ല അതാ ഇങ്ങനെ കാണണമെങ്കിൽ. ഓക്കെ, ആ വാഴയൊക്കെ എന്താണാവോ കരിഞ്ഞു നിൽക്കുന്നത്, മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണേ. ഇതാ ചേച്ചീനെ ഞാൻ കാണിച്ചു തരാം. സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ വണ്ടി വല്ലാതെ വരാത്ത റോഡാണ് അല്ലേ? അല്ലാതെ വരില്ലല്ലോ. വരും, ഇപ്പോഴൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് നിലമ്പൂർ ചെല്ലുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോപ്പർ പ്ലേസ് നിലമ്പൂരാണല്ലോ, ജോബും കാര്യങ്ങളും എല്ലാം നിലമ്പൂരാണല്ലോ. അപ്പോൾ അവിടുന്ന് ഇപ്പം നമ്മുടെ ഒരു ചാനലിൻ്റെ പേര് തന്നെ ബാറ്റിൽ മോം ആസ് എ സിംഗിൾ മദറാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാകും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു 2-3 വീഡിയോ ആദ്യം ഇട്ടതിന് ശേഷം അതൊക്കെ മെല്ലെ പറയാം, മനസ്സിലായോ? നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാനിങ്ങനെ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് നിലമ്പൂർ എവിടെയെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹമുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ, കോവിലകം അങ്ങനെ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. കോവിലകം, കനാൽ, 10 പ്ലേസ് ഉണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ചെമ്മല ഫിഷ് ഫാം ശരിക്കും പറഞ്ഞാൽ അത് രണ്ടാമതും നന്നായി ഇപ്പോൾ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് മീനെയൊക്കെ അപ്പം തന്നെ പിടിച്ചിട്ട് പൊരിച്ച് തിന്നുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമുക്കിവിടെ മഞ്ഞ് മൂടിയില്ലേ? എടി ഇങ്ങോട്ട് നോക്ക്, നിന്നെ കാണാം. ഇങ്ങോട്ട് നോക്ക്, മഞ്ഞ് മൂടി നമ്മളെ കാണാൻ ഒന്നും കാണുന്നില്ല, ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് ശരിക്കും. ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഈ ക്ലൈമറ്റിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട് ഇത്. ആ ഏട്ടനാണ് ഇവിടെ കാലങ്ങളായിട്ട് പശുവിനെ നോക്കുന്നത്. കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ റോഡിൻ്റെ ഇത് കാണിച്ചെടുക്കാം. കാണുന്നില്ലേ റോഡ്? നേരെ ശരി അവിടെ വരെ കാണുന്നുണ്ട് അല്ലേ? ഇല്ലേ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ പോയാൽ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ചെറിയൊരു ടൗണാണ്. മറ്റേ വണ്ടീൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന പിള്ളേരോട് ഭയങ്കര പേടിയാണ് എനിക്ക്. അല്ലേ, നിനക്ക് പേടിയുണ്ടോ? ഇങ്ങനെ ഈ പൊട്ടി ഭയങ്കര സ്പീഡിൽ പോകുന്ന അവരുടെ പ്രായമാണ്, പക്ഷേ നമുക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഞങ്ങളിതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇറങ്ങിയത്. ഇവിടെ ഇതേവരെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിറയെ കെട്ടിടങ്ങൾ വരും. ഇപ്പോൾ പാടത്തും ആദ്യം ഇവിടെ കെട്ടിടങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കെട്ടിടങ്ങളും അതും ഇതും ഫില്ലർ വെച്ച് പാടവും എല്ലാം എല്ലാ സ്ഥലത്തും കെട്ടിടങ്ങളാണ് വരുന്നത്. ആദ്യം ഇവിടെയൊക്കെ വെറും കാടായിരുന്നു അല്ലേ? കാടായിരുന്നു. കാടായിരുന്നു. അപ്പോൾ നമ്മളെന്താ ഇന്നൊരു പരിപാടി? മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കറി വെക്കണം. പിന്നെന്താണ്, ഇന്നലെ ചക്ക ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ചക്ക പിന്നെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 2 പേര് കണ്ടോ, അവരെ കോളനിയിലുള്ള ആൾക്കാരാണ്. അവിടെ നമുക്കൊരു ദിവസം പോകാം കേട്ടോ. ഒരു ദിവസം പോയിട്ട് നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. ഇതിലിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ തെങ്ങൊന്നും ഒരു AC ഒരു
ക്ലൈമറ്റാണ്. ഇവിടുത്തെ തെങ്ങ് തെങ്ങിൻ്റെ ആ മണ്ട കാണുമോ, ഇങ്ങനെ കാണിച്ചാൽ കാണുള്ളൂ. ഇവിടെ തെങ്ങ് ശരിയാവില്ല കേട്ടോ. ഇവിടെ തെങ്ങൊന്നും വലിയ ശരിയായി കിട്ടൂല അല്ലേ? ആദ്യം പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ കിട്ടണം. ശ്രദ്ധിക്കാതെ വിട്ടിട്ട് ഇത് ഈ മണ്ടേരി എന്തോ ഒരു മണ്ടേരി അസുഖം വന്ന മാതിരിയുണ്ട്. അതാ നോക്ക്, ഒറ്റ തേങ്ങയും കൊള്ളത്തില്ല. ഞാനുണ്ടല്ലോ എന്നും ഓഫീസിൽ നിന്ന് പോകുമ്പോഴേ ഓരോ തേങ്ങയാണ് വാങ്ങുന്നത്. ഇങ്ങോട്ട് വെക്ക്. ഒരു തേങ്ങയ്ക്ക് 50 രൂപ 55 രൂപ. കൂടുതൽ തേങ്ങ വാങ്ങിക്കൊണ്ട് വെക്കാൻ പേടിയാണ്. ഭയങ്കര വിലയാണ് തേങ്ങയ്ക്ക്. പുട്ടുണ്ടാക്കുന്നതൊക്കെ സമയത്ത് ഒരു തേങ്ങ, അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കുന്നപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ നീ ഒരു തേങ്ങയ്ക്ക് 55 അല്ലേ? ഇന്ന് ഞാനിപ്പോൾ ഒരു കടയിൽ നിന്ന് പോയി 2 തേങ്ങ മേടിച്ചതിന് 140. അപ്പം എത്ര? 140 രൂപ. അപ്പോൾ 70 രൂപ. നീ വലിയ തേങ്ങയായിരിക്കും വാങ്ങിയത്. ഒരുവിധം ഞാൻ പോയിട്ട് ഏറ്റവും ഇവിടെ ഒരു മരം കണ്ടോ നോക്ക്. ഞാൻ പോയിട്ട് ഏറ്റവും കുഞ്ഞു തേങ്ങയാണ് വാങ്ങുന്നത്. ഞങ്ങൾ വീട്ടിലാകെ 2 പേരേ ഉള്ളല്ലോ. അപ്പോൾ മോളും ഞാനും. അപ്പോൾ ഞങ്ങൾക്ക് പുട്ടിന് ഒരു തേങ്ങ മുറിച്ചെടുത്താൽ പിന്നെ ബാക്കി തോരത്തിന് എന്തെങ്കിലും എടുക്കുക, അത് ഫിനിഷാവും അങ്ങനെ. അപ്പോൾ ഞാനൊരു 4 മണി ആകുമ്പോൾ പോകും, ഇവിടുന്ന് നിലമ്പൂരിക്ക് പോകും. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അത് ഈ നാടുകാണി, ഗൂഡല്ലൂർ തുടങ്ങി നിലമ്പൂർ വരെ നിങ്ങൾ ഒരുപാട് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. നമുക്ക് കാണാത്ത കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? എന്നാൽ ഓക്കെ, ബൈ, സി യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഒരു ബൈ പറഞ്ഞേര്. ബൈ.